കൃത്യമായ ഭ്രമണപാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിലേക്ക് എത്താൻ ഇനി ഒരു പക്ഷേ നിമിഷങ്ങൾ ഇപ്പോൾ കൃത്യമായ ഒരു അനൗൺസ്മെന്റ് വരുന്നു. ഉപഗ്രഹത്തെ വേർപെടുത്തി ഭ്രമണപാതയിലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വരുന്നു. വലിയ കയ്യടികൾ ഉയരുന്നുണ്ട്. മിഷൻ സക്സസ് ആണോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ വ്യക്തമായി അറിയാൻ സാധിക്കും. എന്തായാലും ഇരു ഉപഗ്രഹങ്ങളെയും കൃത്യമായ ഭ്രമണപാതയിലേക്ക് ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വലിയ കയ്യടികൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഉയരുകയാണ്. വീണ്ടും ശ്രീഹരിക്കോട്ടയിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വിക്ഷേപണ വാഹനത്തിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കൽ കൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് PSLV C-59 കുതിച്ചുയർന്ന് പ്രോബ 3 എന്ന ഉപഗ്രഹങ്ങളെ കൃത്യമായ ഭ്രമണപാതയിലേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമിക്ക് അരികിൽ 600 കിലോമീറ്ററും ഭൂമിക്ക് അകലെ 60,000 കിലോമീറ്ററുമുള്ള ഭ്രമണപാതയിലൂടെ പ്രോബ ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാൻ തേടി അലയും. അത് ഇന്ത്യയുടെ കരുത്തിലാണ്, ISROയുടെ കരുത്തിലാണ്, PSLV C-59 കരുത്തിലാണ് എന്ന് പറയാം. രേഷ്മ, ഇതാണ് ആ നിമിഷം പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അക്കാര്യത്തിൽ വരണം. അതിനായാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ശ്രീ സോമനാഥ് അല്പസമയത്തിനകം അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ്. വിക്ഷേപണം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയകരമായ കയ്യടികൾ ഉയരുന്ന മനോഹരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു 2001 ശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടി നടത്തുന്ന ആദ്യ വിക്ഷേപണമാണ് ഇതല്ലേ? തീർച്ചയായും വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ. ഇപ്പോൾ ശ്രീ സോമനാഥ് സംസാരിക്കുകയാണ്, ISRO ചെയർമാൻ. PSLV C-59 Proba 3 mission is successfully accomplished. The spacecraft has been placed in the right orbit, which is a very highly elliptical orbit of almost 600 kilometer perigee. That's the closest point to Earth, and 60,000 kilometers at its apogee, the farthest point, and an inclination of 59 degrees. It has been precisely achieved by PSLV in its 61st mission. So congratulations to the entire PSLV project team as well as for Proba team. And we wish all the very best to Proba for their further operations and achieving the mission goals. Congratulations to both the teams. Thank you. സമ്പൂർണ്ണ വിജയം. പ്രോബ 3യുടെ വിക്ഷേപണവും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളെ കൃത്യമായ പാതയിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞുവെന്ന് ശ്രീ സോമനാഥ് പറഞ്ഞിരിക്കുന്നു. രേഷ്മ, അതാണ് നമ്മൾ കാത്തിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും സംഭവിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ത്യയുടെ കരുത്ത് ലോകരാജ്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.